ഫിഷ് നന്നാക്കി സെറ്റാക്കി റെഡിയാക്കി വെച്ചു. 2 കരിമീൻ ഫിഷും പിന്നെ ഒരു ചെറിയ ആവോലി നല്ല വരഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മുളക് പൊടിയും അതുപോലെ ഉപ്പ് ഒക്കെ തിരുമ്മി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുന്നു, അതെ. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാണ്, കുറച്ച് മതി. കൈ നീറൂടാ, എടാ കൈ നീറും, എരിവല്ലേ. പക്ഷെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടി കൂടി നമ്മൾ ഇട്ടു. എടാ കൈ അത് എരിവല്ലേ, കൈ നീറും. എന്ത് കഷ്ടം. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. മതിയാവും. പറഞ്ഞ നമ്മളിങ്ങനെ പുളി കുറച്ച് പിഴിഞ്ഞ് വെച്ചാൽ പുളി ഇങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഇതും കൂടി അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പുളി രസം കിട്ടും. ഒപ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി കൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസാല റെഡിയായി കിട്ടും. ഓക്കെ, എന്നാൽ നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുക. ആകെ 2 മീനല്ലേ നമുക്ക് മസാല പറ്റാനുള്ളൂ, അപ്പോൾ ധാരാളം മതി. മേത്തോ? ഇവന് നമ്മള് മസാല വേറെയാണ്, കാരണം പുള്ളിക്ക് എരിവ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല. അത് കാരണം നമ്മൾ എന്ത് ചെയ്യും, വെറും മഞ്ഞപ്പൊടി മാത്രം ഇട്ട് ചെറുതായിട്ടൊരു സെറ്റപ്പ് ചെയ്യും. കഴിച്ചില്ലേ? ഒരു പൊടിക്ക് വെള്ളം കൂടി ഒഴിച്ചാലാണ് നമുക്കൊന്ന് സെറ്റായി കിട്ടുള്ളൂ. പോരല്ലോ, അല്ല ഇത്രയും മതി. ഇപ്പം നമുക്കൊരു കുറുകുറു പരുവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മീനിൽ മസാല പറ്റാം. അതെ, നമ്മൾ എവിടെ പോയാ മേടിച്ച ഫിഷിനെ മേടിച്ച എവിടെ പോയാ? ഏത് കടയില്? ലുലുലല്ലോ, ദുബായ് ഫിഷ് മാർക്കറ്റിലല്ലേ നമ്മൾ പോയത്. നമ്മളിങ്ങനെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ ഒരു സൈഡിൽ നമ്മളങ്ങ് വെച്ച് ഒരെണ്ണം വെച്ച് നമ്മളടുത്ത് സെറ്റാക്കണം. അതെ, നമ്മൾ അകത്തൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് നല്ല റെഡിയാക്കി നമ്മൾ തേച്ച് മസാലയൊക്കെ പുരട്ടി രണ്ടെണ്ണം നമ്മൾ സെറ്റാക്കി. പിന്നെ ഇത് ഈ മസാല മതിയാണ് വെച്ചു, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ട് ചെയ്യണം. മഞ്ഞപ്പൊടിയോ? ഇതാണെന്ന് വലിയ എരിവൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു എരിവൊക്കെ ഉണ്ട്. നെച്ചുന്നതാ ചെറുതായിട്ട് ഇനി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ പറ്റുന്നു. എന്നാ പോരെ?
ചെറുതായിട്ട് നമ്മൾ വെട്ടി കണ്ണിലും തേച്ചു. അതെ അതെ കണ്ടോ മീനാ ടേസ്റ്റ്. ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഗയ്സ്. നിങ്ങൾ കഴിച്ചു നോക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പോൾ നമ്മളങ്ങനെ മസാല വെട്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മീൻ വേവിക്കാൻ പോകുന്നു ഗയ്സ്. അല്ല നമുക്ക് കുറച്ച് നേരം വെക്കണം മീൻ കൂടെ. മസാല പിടിക്കണ്ടേ? ആ മീൻ കട്ട് ചെയ്തിരുന്നത് അമ്മയ്ക്ക് മീനും മാങ്ങക്കറി, കരിമീനും മാങ്ങയും കൂടി വെച്ചിട്ടുള്ള കറി അമ്മയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ അപ്പം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ മീൻ മസാല വെച്ച് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ഒപ്പം ഒരു മസാല, നമ്മൾ ചെറുള്ളിയും ഒക്കെ വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. ആ മസാലയും കൂടി നമ്മൾ മിക്സ് ചെയ്യും. അപ്പം നമ്മളൊരു വാഴയിൽ പൊള്ളിച്ചൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്, വാഴയിലൊക്കെ പൊള്ളിക്കാൻ തന്നെ കുറേ ടൈം എടുക്കുന്ന പരിപാടിയാണ്. നമുക്ക് എളുപ്പ വഴിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ മസാലയിലേക്ക് കിടക്കുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയും ഇതിന് വേണ്ടിയിട്ടുള്ള ചെറുള്ളി അരിയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ സൂമോട്ട് കിട്ടുന്നത് വലിയ പണിയാണ്. എന്താ ചെയ്യണേ, നമുക്ക് മീൻ വറക്കണം. അല്ല മീനല്ല, മസാല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു മസാല ഉണ്ടാക്കാൻ പോകണം. നമ്മൾ ഫിഷിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മസാല ഫിഷിൻ്റെ ഒപ്പം നമ്മൾ മിക്സ് ചെയ്യും. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവട്ടെ. അതെ നമ്മൾ 4 മിനിറ്റ്സ് എടുക്കണം ഗയ്സ്, അല്ലേ? 4 മിനിറ്റ്സ് വേണം. വെളിച്ചെണ്ണയല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ സാധാരണ കടുക് പൊട്ടിക്കാറുണ്ട്. അപ്പം അത് കാരണം എനിക്ക് കടുക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ കുറച്ച് കടുക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പൊട്ടുട കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതങ്ങനെ ഇടും. അങ്ങനെ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ക്യാമറ ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല, അത്രയും വൈഡില്ല. ഒരു കോർണറിലാണ് കിച്ചൻ്റെ കുക്കിംഗ് റേഞ്ച് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ കിട്ടത്തില്ല. ഒരു രക്ഷയില്ല, ഉള്ളത് കൊണ്ട് സഹിക്കുക അല്ലേ?
എന്തിനാണ് ഇരിക്കുന്നത്? അതിവിടെ സ്ഥലമില്ലടാ, നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ക്യാമറ തന്നെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ വെച്ചിരിക്കുന്നത്. സെയിം സമയത്ത് തന്നെ നമ്മുടെ ഫിഷ് ഇങ്ങനെ മസാല പറ്റിക്കുന്ന ഇരിക്കുകയുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഗ്യാപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മസാല പിടിക്കുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതിൻ്റെ മുളകും അതുപോലെ ഉപ്പും മുളക് പിടിക്കുന്ന സമയത്ത് നമുക്ക് മസാല ഉണ്ടാക്കി റെഡിയാക്കി വയ്ക്കാം. മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പാത്രത്തിൽ ഈ ഫിഷ് ഫ്രൈ ചെയ്യാം. ഫിഷ് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആ മസാല ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് സെറ്റാക്കി റെഡിയാക്കി എടുക്കാം. അങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ആവും നോക്കാം നമുക്ക്. നെച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറയണമെന്നും ഇതിനൊക്കെ ഫ്രണ്ടിൽ നിൽക്കണമെന്നുണ്ട്. പക്ഷെ ആൾക്ക് സ്പേസ് ഇല്ലാത്ത കാരണം ആൾ ഒരു രക്ഷയില്ലാതെ കിടന്ന് വരവാണ് അല്ലേ. ഇത് പ്രശ്നമൊന്നുമില്ല, നീ ഇങ്ങനെ നോക്കുക. കണ്ട അങ്ങോട്ട് നോക്കിയാൽ മതി. തെറിക്കൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് രണ്ടുപേർക്കും കാണാമല്ലോ, കുഴപ്പമില്ല. ഓക്കെ. പക്ഷെ നമുക്ക് ഇത് കാണാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ കുക്കിംഗ് അത് നമുക്ക് കുക്കിങ്ങിന്റെ സമയമാകുമ്പോൾ നമുക്ക് താഴേക്ക് പയ്യെ നീക്കി കാണിക്കാം. നമ്മുടെ പരിപാടി നടക്കുന്നുണ്ട്. നെച്ചുവിനെ കിട്ടൂലോടാ. നെച്ചു എക്സ്പ്ലെയിൻ ചെയ്തോ കേട്ടോ. Okay guys, done. നമുക്ക് തക്കാളി ഇടാം. തക്കാളി guys. നമ്മൾ സംഭവത്തില്ല. ആദ്യം സാധാരണ ഇടാറുണ്ട്, എന്നാലും ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പോഴത്തേക്ക് ഇട്ട്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് കുറച്ച് മതി, കുറച്ച് മഞ്ഞൾപ്പൊടി. അതുപോലെ കുറച്ച് മുളക് പൊടി. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇടാം. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, ഞാൻ അതെപ്പോഴും കുറച്ച് കൂടുതലിടും. അല്ലോ അങ്ങനെ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട്. ഏകദേശം മസാല നല്ല ഗംഭീരമായിട്ട് മസാല വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഈ മസാല നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മസാല അതിൻ്റെ ഒപ്പം തന്നെ മിക്സ് ചെയ്യും. അല്ല ഫിഷ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് ഫ്രൈ ചെയ്യണം. ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യല്ല എന്നല്ല, ആ ഫ്രൈയിലേക്ക് ഈ ഫിഷ് ഈ മസാല മിക്സ് ചെയ്ത് നമ്മൾ ഡിഷായിട്ട് വിളമ്പുന്നതാണ്. ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചതും വിത്ത് മസാലയായിട്ട്. കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ്.
കഴിക്കാൻ വേണ്ടി എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, കരിമീൻ നമ്മൾ തിന്നാണ്. കരിമീൻ അതിൻ്റെ കുറച്ച് മസാലയൊക്കെ ആയിട്ട്, അതുപോലെ അതിൻ്റെ ഉള്ളിയുണ്ട്, ഉള്ളിയും കൂടി കൂട്ടിയിട്ടുണ്ട്.